ലൈഫ് ഭവന പട്ടികയിൽ ഇടം പിടിച്ചിട്ടും സ്വന്തമായി മണ്ണില്ലാത്തതിനാൽ അടച്ചുറപ്പുള്ളൊരു വീടെന്ന സ്വപ്നം വഴിമുട്ടി നിൽക്കുകയാണ് പാർത്തലയിലെ ഒരു നിർധന കുടുംബം. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് പാർത്തല മമ്പള്ളി കളമ്പാടി വീട്ടിൽ വിജയകുമാരിയും കുടുംബവുമാണ് ചോർന്നൊലിക്കുന്ന പഴയ കൂരയിൽ ഭയത്തോടെ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും ഇഴജന്തുക്കളുടെ ഭീതിയുമാണ് ഈ കുടുംബത്തിന്റെ ഉറക്കം കെടുത്തുന്നത്. ചെറുപ്പം മുതലേ മാനസികാസ്വാസ്ഥ്യമുള്ള മകൾ 26-കാരി സുവർണ, വിജയകുമാരിയുടെ ഭർത്താവ് ഭാസ്കരൻ, മുൻപുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ 24-കാരനായ മകൻ ശ്രീജിത്ത് എന്നിവരാണ് വിജയകുമാരിക്കൊപ്പമുള്ളത്. മരിച്ചുപോയ അമ്മാവന്റെ പേരിലുള്ള 30 സെന്റ് കൂട്ടുസ്വത്തിലെ പഴയൊരു സോപ്പ് കമ്പനി കെട്ടിടത്തിലാണ് കുടുംബം താൽക്കാലികമായി കഴിയുന്നത്. ഈ സ്ഥലം രേഖാമൂലം ഭാഗം വയ്ക്കാത്തതിനാലാണ് ലൈഫ് പദ്ധതി വഴി വീട് ലഭിക്കാൻ സാങ്കേതിക തടസ്സമാകുന്നത്. അപകടത്തെ തുടർന്ന് കഠിനമായ പണികൾ ചെയ്യാൻ വയ്യാത്ത ശ്രീജിത്ത് ചെറിയ ചെറിയ ജോലികൾ ചെയ്താണ് വീട് പുലർത്തുന്നത്. രോഗികളായ അമ്മയെയും സഹോദരിയെയും വീട്ടിൽ തനിച്ചാക്കി ദൂരേക്ക് പണിക്ക് പോകാനും ഈ ചെറുപ്പക്കാരന് ഭയമാണ്. അധികൃതരുടെ അടിയന്തര ശ്രദ്ധ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് ഈ കുടുംബം. എൻ്റെ പേര് ശ്രീജിത്ത്, ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ 11-ാം വാർഡാണ്. അമ്മയ്ക്കും ചേച്ചിക്കും തീരെ സുഖമില്ല. വീടിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. താമസിക്കാനൊന്നും പറ്റില്ല, ചോരുന്നൊക്കെ ഉണ്ട്. ചേച്ചിക്ക് അമ്മയ്ക്ക് ഭയങ്കര വയ്യാത്തതുകൊണ്ട് അച്ഛനയ്ക്ക് അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് മാറി മാറി നിൽക്കും. ഇവർ വയ്യാത്തതുകൊണ്ട് വീട്ടിക്കാനും പറ്റുന്നില്ല. അങ്ങനെയൊക്കെയാണ്, വളരെ മോശമാണ് വീട്ടിലെ അവസ്ഥകൾ. വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ സുവർണയ്ക്ക് ആവശ്യമായ ചികിത്സ നൽകി സുരക്ഷിതമായ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാൻ നടപടിയെടുക്കാൻ തയ്യാറാണെന്നും വിഷയം പരിശോധിച്ച് വീടിന്റെ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ അറിയിച്ചു. മമ്പള്ളിക്കളമ്പടി ഭാസ്കരൻ വിജയകുമാരി ദമ്പതികൾ, അവരുടെ വീട് സ്വന്തമായിട്ടില്ല. നിലവിലവരുടെ കുടുംബ സ്വത്തിൽ നിൽക്കുന്ന ഒരു പഴയ ജീർണിച്ച വീടിലാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മാനസിക പ്രയാസങ്ങളുള്ള ഒരു മകളും അതോടൊപ്പം തന്നെ പ്രായപൂർത്തിയായി വരുന്നൊരു മകനുമാണുള്ളത്. കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഇവർക്ക് സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധികളും പരാധീനതകളാണുള്ളത്. സ്വന്തമായി വീട് വെക്കാൻ വേണ്ടിയിട്ട് അവർ ലൈഫ് പദ്ധതിയിൽ അപേക്ഷ വെക്കുകയും ലൈഫ് പദ്ധതിയുടെ പട്ടികയിൽ അവർ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ കുടുംബസ്വത്തിന് ധാരാളം അവകാശികളുണ്ട് എന്നതിനാൽ സ്വതന്ത്രമായി ഇവർക്ക് ഒരു കൈവച്ച ഭൂമി എന്ന രീതിയിൽ ആധാരമുണ്ടാക്കാനോ നികുതി അടച്ച് കൈവശ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനോ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നെങ്കിൽ പോലും പൂർണ്ണമായിട്ടൊരു കോർഡിനേഷൻ അവരുടെ വീട്ടിലുണ്ടായി അത് പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും സ്വന്തമായിട്ടൊരു ഭൂമി ഇവരുടേതെന്ന് പറയാൻ അവരുടെ കൈവശമില്ല എന്നതുകൊണ്ട് തന്നെ ലൈഫ് പദ്ധതിയിൽ അനുവദിക്കപ്പെട്ട വീട് അവർക്ക് നിർമ്മിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തും കൂടി ശ്രദ്ധിച്ചുകൊണ്ട് ലൈഫ് പദ്ധതിയിൽ ഇതുപോലെ അർഹതയുണ്ടായിട്ടും പട്ടികയിലുണ്ടായിട്ടും അതിന് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത ഏതാനും പേര് നമ്മുടെ കൈവശമുണ്ട്. അവിടെയെല്ലാം പട്ടിക ശേഖരിക്കണമെന്നത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം കേസുകളിൽ കഴിയാവുന്ന രീതിയിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ കുടുംബ പ്രശ്നം, അവരുടെ സ്വത്ത് സംബന്ധിച്ച വിഷയം പരിഹരിക്കുക എന്നതാണ് ഈ വീട് അനുവദിക്കാൻ കഴിയുന്ന ഏക മാർഗമുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കാം. ജീർണിച്ച് നിൽക്കുന്ന വീടെന്ന പരിഗണനയിൽ നിന്നുകൊണ്ട് ഇതിനു മുമ്പ് ഗ്രാമപഞ്ചായത്ത് അവരുടെ വീട് ഭവന പുനരുദ്ധാരണ സ്കീമിൽ ഉൾപ്പെടുത്തി ഒരു ഘട്ടത്തിൽ നവീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ ഉള്ള മറ്റൊരു മാർഗം, ഈ വർഷത്തെ പദ്ധതിയൊന്നും അംഗീകരിച്ച് കിട്ടി വരുന്ന മുറയ്ക്ക് അവർക്ക് ഒരു വീടിന് ആവശ്യമായ രീതിയിലുള്ള വീട് പുനരുദ്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള സഹായം ചെയ്യാൻ കഴിയുമോ എന്നും പരിശോധിക്കാവുന്നതാണ്.